കണ്ടെയ്നേഴ്സിനെ നമുക്ക് എങ്ങനെ ഡീബഗ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കി മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ റണ്ണിങ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം പറ്റിയിട്ട് നമ്മുടെ ഏതെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻ ഈ കണ്ടെയ്നറുമായിട്ട് പിന്നീട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നം സംഭവിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഡീബഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ രണ്ട് മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നത് ഡീബഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഒന്ന്, നമ്മൾ റണ്ണിങ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൻ്റെ ലോഗ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഏതൊരു ആപ്ലിക്കേഷനിലും ലോഗ് നമ്മൾ അനലൈസ് ചെയ്ത് അതിൻ്റെ പ്രോബ്ലംസ് മനസ്സിലാക്കുന്നത് പോലെ തന്നെയാണ് കണ്ടെയ്നേഴ്സിനും ലോഗുണ്ട്. നമുക്ക് ലോഗ് മനസ്സിലാക്കാൻ പറ്റും അനലൈസ് ചെയ്തിട്ട്. പിന്നീട് രണ്ടാമത്തെ മെത്തേഡ്, നമുക്ക് ആ കണ്ടെയ്നേഴ്സിനകത്ത് നമുക്ക് ലോഗിൻ ചെയ്തിട്ട് കമാൻഡ് പ്രോംപ്റ്റ് കിട്ടും, നമുക്കൊരു പ്രോംപ്റ്റ് കിട്ടും. ആ പ്രോംപ്റ്റിൽ നമുക്ക് കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് പ്രോബ്ലംസ് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ലിനക്സ് എൻവയോൺമെൻറ്റിലൊക്കെ നമുക്ക് ടെർമിനലിൽ കിട്ടിയിട്ട് അതിൽ കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇതിൽ കണ്ടെയ്നേഴ്സിൽ നമുക്ക്. ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷൻ സെക്ഷനിലൊക്കെ പറഞ്ഞു, ബേസിക്കലി ഒരു ലിനക്സ് എൻവയോൺമെൻറ്റിൻ്റെ പുറത്തായിരിക്കും ഇമേജസ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടെയ്നേഴ്സിൽ മിക്കവാറും നമുക്കൊരു ലിനക്സ് ടെർമിനൽ പോസിബിളാണ്, കിട്ടും. അപ്പോൾ അതിൽ നമ്മൾ ലോഗിൻ ചെയ്ത ശേഷം നമുക്ക് കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാൻ പറ്റും. ഫുൾ സെറ്റ് ഓഫ് കമാൻഡ്സ്, ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് OSൻ്റെ കമാൻഡ്സ് കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം കമാൻഡ്സൊക്കെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാൻ പറ്റും കണ്ടെയ്നേഴ്സിനകത്ത് നിന്ന് ലോഗിൻ ചെയ്തിട്ട്. അപ്പോൾ ബേസിക്കലി ഈ രണ്ട് മെത്തേഡ്സാണ് നമ്മൾ ഡീബഗിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഒന്ന്, ലോഗ് അനലൈസ് ചെയ്യുക. രണ്ട്, നമ്മൾ കണ്ടെയ്നേഴ്സിനകത്ത് ലോഗിൻ ചെയ്തിട്ട് അവിടെ കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക എന്നൊക്കെയുള്ള രണ്ട് മെത്തേഡ്സ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കി മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ റണ്ണിങ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് ഏതൊക്കെയുണ്ട് നമുക്കൊന്നുകൂടെ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് സെഷനിൽ റൺ ചെയ്ത രണ്ട് കണ്ടെയ്നേഴ്സ് ഉണ്ട്. റെഡിസിൻ്റെ തന്നെ രണ്ട് വെർഷൻ, ഒന്ന് ലേറ്റസ്റ്റും പിന്നെ 5.0 എന്ന് പറഞ്ഞ വെർഷനും. അങ്ങനെ രണ്ട് കണ്ടെയ്നേഴ്സ് ഇവിടെ ഇപ്പം റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഒരു കണ്ടെയ്നറിൻ്റെ ലോഗ് കാണണമെങ്കിൽ നമുക്ക് വേണ്ടത്, ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റെഡീസ് ലേറ്റസ്റ്റിൻ്റെ ID ഇവിടെ ഉണ്ട്. നമുക്ക് ആ ID ഉപയോഗിച്ചിട്ട് നമുക്ക് ലോഗ് കാണാൻ പറ്റും. അപ്പോൾ അതിനുള്ള കമാൻഡാണ് ഡോക്കർ ലോഗ്സ് എന്ന് കൊടുത്ത ശേഷം നമുക്ക് ഈ ഒരു ID യൂസ് ചെയ്യാം. ആ ഒരു സ്പെസിഫിക് കണ്ടെയ്നറിൻ്റെ ID ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു കണ്ടെയ്നറിൻ്റെ സ്റ്റാർട്ടിങ് മുതലുള്ള ലോഗ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു പർട്ടിക്കുലർ കണ്ടെയ്നറിൻ്റെ ലോഗ് കാണുന്നത്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിപ്പം റെഡി ടു അക്സെപ്റ്റ് കണക്ഷൻസ് ആണ്, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത് ഡിപ്പെൻഡ്സ് ഓൺ ദ കണ്ടെയ്നർ. അത് ബൂട്ട് ചെയ്ത ശേഷം മുതൽ ഉള്ള ലോഗ്സ് നിങ്ങൾക്ക് ഇങ്ങനെ നോക്കി അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നിങ്ങൾക്കിപ്പം ഇവിടെ നമ്മൾ കൊടുത്തത് ID ആണ് കൊടുത്തത്. അപ്പോൾ നമുക്ക് ID എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റണമെന്നില്ല. അതുപോലെ ഇപ്പോൾ ഇവിടെ പേര് ക്രിയേറ്റ് ചെയ്ത് വന്നത് ഇപ്പം ഇതിപ്പോൾ 2 ലൈനിലായിട്ട് പോയിരിക്കുകയാണ്, ലെങ്ത് കൂടുതലായിട്ട്. ഇപ്പം നോക്കിയാൽ മനസ്സിലാവും. ഇപ്പം റെഡിസ് ലേറ്റസ്റ്റിൻ്റെ നമുക്ക് നെയിം ഇവിടെ വന്നിരിക്കുന്നത് റിലാക്സ്ഡ് ബീവർ എന്നും പറഞ്ഞിട്ട്, അതൊരു റാൻഡം നെയിമാണ് ഇത് ജനറേറ്റ് ചെയ്യുന്നത് ഓരോ തവണ കണ്ടെയ്നർ ക്രിയേറ്റ് ആവുമ്പോഴും. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് നെയിം ഫിക്സ്ഡ് അല്ലാത്തത് കൊണ്ട് നമുക്ക് നെയിം വെച്ചിട്ട് ലോഗ്സ് ചെക്ക് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും നമുക്ക് നെയിം വെച്ചിട്ട് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ നെയിം ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുകയാണ്. IDക്ക് പകരം ഡോക്കർ ലോഗ്സ് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഇവിടെ ആ നെയിം കൊടുത്തു. എന്നിട്ട് കൊടുത്താലും ആ സെയിം ലോഗ് തന്നെ ഇവിടെ കിട്ടും, ആ ഒരു സെയിം കണ്ടെയ്നറിൻ്റെ. പക്ഷേ ഓരോ തവണ റൺ ചെയ്യുമ്പോഴും ഈ നെയിം ചേഞ്ച് വരും. സ്റ്റോപ്പ് ചെയ്ത് റൺ ചെയ്യുമ്പോഴും ഈ നെയിം ചേഞ്ച് വരുന്നത് കൊണ്ട് നമുക്ക് എപ്പോഴും അറിയാൻ പറ്റില്ല. നമുക്ക് ആ ഒരു നെയിം ഫിക്സ്ഡ് ആക്കി വെച്ചിട്ട് നമുക്ക് കണ്ടെയ്നേഴ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ലോഗ്സ് അനലൈസ് ചെയ്യുന്നതാണെങ്കിലും മറ്റ് എന്ത് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റോപ്പ് ചെയ്യുക എന്ത് ചെയ്യുമ്പോഴാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കണ്ടെയ്നർ റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ ഫിക്സഡ് ആയിട്ടൊരു നെയിം അതിന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ കണ്ടെയ്നറിന്, ആ ഒരു ഇമേജിൽ നിന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ കണ്ടെയ്നറിന് ആ ഒരു നെയിം എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിപ്പോൾ ആദ്യം ഈ ഒരു ഡോക്കർ ലേറ്റസ്റ്റ് എന്നുള്ള കണ്ടെയ്നർ തൽക്കാലം ഒന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതൊരു ഫിക്സഡ് നെയിം വെച്ചിട്ട് നമുക്ക് എങ്ങനെ റൺ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഡോക്കർ സ്റ്റോപ്പ് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ചെയ്യാം. ഒന്നുകൂടി ഞാൻ ഡോക്കർ PS കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു കണ്ടെയ്നറിനെ സ്റ്റോപ്പ് ചെയ്യാണ്. ഡോക്കർ സ്റ്റോപ്പ് കൊടുത്തു. എന്നിട്ട് ഞാൻ ഈ ഒരു പേര് കൊടുക്കേണ്ടത്, അപ്പോൾ ID തന്നെ ഞാൻ കൊടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ഒരു ഈ ID ആ ഒരു ഡോക്കർ ലേറ്റസ്റ്റിൻ്റെ ID ഞാനിവിടെ കൊടുക്കുകയാണ്. എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യാണ്. ഒന്നുകൂടെ ഡോക്കർ PS നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒറ്റ കണ്ടെയ്നർ റൺ ചെയ്യുന്നുള്ളൂ. ആ ലേറ്റസ്റ്റ് എന്നുള്ളത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഡോക്കർ ഇമേജസ് ഒന്നുകൂടെ നമുക്ക് ലിസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്കിനി റെഡിസിൻ്റെ ലേറ്റസ്റ്റ് ഇമേജ് നമുക്കൊരു പേര് കൊടുത്തിട്ട് റൺ ചെയ്യിക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള സിൻടാക്സ് ഞാൻ പറഞ്ഞുതരാം.
ഡോക്കർ റൺ കമാൻഡ് തന്നെയാണ്, ഡിറ്റാച്ച്ഡ് മോഡിൽ തന്നെ നമുക്ക് റൺ ചെയ്യിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോർട്ട് പറഞ്ഞു കൊടുക്കാം. -p 5001 തന്നെ കൊടുക്കാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ലിസണിങ് പോർട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പേര് കൊടുക്കണം. നമ്മൾ കണ്ടെയ്നറിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന, ഫിക്സഡായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പേര് കൊടുക്കുക. ഞാനിപ്പം നെയിം #2 ഹൈഫൺ കൊടുത്തിട്ട് നെയിം എന്ന് പറഞ്ഞ് സിൻറ്റാക്സ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പേര് ഏതാണോ അതിവിടെ കൊടുക്കുക. ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ഇമേജ് ആയതുകൊണ്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് റെഡിസ് ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പേര് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇമേജിൻ്റെ പേര് കൊടുക്കുക. റെഡിസ് തന്നെയാണ്, ഇപ്പോൾ ലേറ്റസ്റ്റ് റെഡിസ് തന്നെയാണ്, പ്രത്യേകിച്ച് ലേറ്റസ്റ്റിന് കൊടുക്കേണ്ടതുകൊണ്ട് റെഡിസ് തന്നെ കൊടുത്തു. ഇനി ഞാൻ എൻ്റർ ചെയ്യുകയാണ്. ഡ്രൈവർ ഫെയിൽഡ് എക്സ്റ്റേണൽ കണക്ടിവിറ്റി ഓൺ എൻഡ് പോയിൻറ്റ്, ഇങ്ങനൊരു പോർട്ട് ഈസ് ഓൾറെഡി അലോക്കേറ്റഡ് എന്നും പറഞ്ഞാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് ഡോക്കർ PS കൊടുക്കാം. ഇപ്പോൾ ഓൾറെഡി റണ്ണിങ്ങിൻ്റെ പോർട്ട് 5001 ആണ്. നമ്മളിവിടെ 5001 സെയിം കൊടുത്തു ഹോസ്റ്റ് മെഷീനിൽ, കണ്ടില്ലേ? അപ്പോൾ അങ്ങനെ ഹോസ്റ്റ് മെഷീനിലെ പോർട്ട് സെയിം കൊടുത്തു കഴിഞ്ഞാൽ കോൺഫ്ലിക്റ്റ് വരും. അപ്പോൾ നമുക്കിവിടെ 5000 കൊടുക്കാം, അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആക്കണം, നമുക്ക് 5002 കൊടുക്കാം. പുതിയൊരു പോർട്ട് അസൈൻ ചെയ്ത് കൊടുക്കാം. അത്രയും കൊടുത്തിട്ട് ഞാൻ വീണ്ടും ആ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ഓൾറെഡി ഇൻ യൂസ് ബൈ കണ്ടെയ്നർ, ഇപ്പോഴും എറർ മെസ്സേജ് കാണിക്കുന്നുണ്ട്. ലേറ്റസ്റ്റ് ഈസ് ഓൾറെഡി ഇൻ യൂസ് ബൈ കണ്ടെയ്നർ, ഈ ഒരു കണ്ടെയ്നർ കാണിക്കുന്നുണ്ട്. യു ഹാവ് ടു റിമൂവ് ദാറ്റ് കണ്ടെയ്നർ ടു ബി ഏബിൾ ടു റീയൂസ് ദാറ്റ് നെയിം എന്നും പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ആ ഒരു പേര് ഇവിടെ യൂസ് ചെയ്തപ്പോൾ എററായി പോയെങ്കിലും ആ ഒരു പേര് ഓൾറെഡി അവിടെ കിടപ്പുണ്ട്. അത് നിങ്ങൾക്ക് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഡോക്കർ PS -a എന്ന് എടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, റെഡിസ് ലേറ്റസ്റ്റ് എന്നും പറഞ്ഞിട്ടൊരു പേര് ഇവിടെ ഓൾറെഡി അത് മുമ്പ് റൺ ചെയ്ത എക്സിറ്റായി പോയി, അത് എറർ ആയതുകൊണ്ട്. പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ ആ പേര് നമ്മൾ ഒരിക്കൽ യൂസ് ചെയ്തുകൊണ്ട് ഇനി യൂസ് ചെയ്യാൻ പറ്റില്ല, അതല്ലെങ്കിൽ അത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയണം. അപ്പോൾ തൽക്കാലം ഞാൻ ഒന്നുകൂടെ ഒന്ന് ഡോക്കർ PS എടുത്ത്, കറൻ്റ്ലി റണ്ണിങ് നമുക്കിപ്പം ഈ ഒരു കണ്ടെയ്നർ മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ ലേറ്റസ്റ്റ് ഇപ്പം ഡോക്കർ ഇമേജസ് ഒന്നുകൂടെ ഒന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഡോക്കർ ഇമേജസ് എന്ന് എടുക്കുകയാണ്. കറൻ്റ്ലി നമുക്കിപ്പോൾ അത് റൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഡോക്കർ ലേറ്റസ്റ്റിന് പകരം ഞാൻ ഡോക്കർ ന്യൂ എന്നും പറഞ്ഞാക്കി കൊടുത്തു ആ പേര്. എന്നിട്ട് ലേറ്റസ്റ്റ് ഇമേജിൻ്റെ പേരും കൊടുത്തു, 5002 പോർട്ട് കൊടുത്തു. ഇനി നമുക്ക് എൻ്റർ ചെയ്യിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഡോക്കർ PS ഒന്ന് എടുക്കാം. കണ്ടില്ലേ, ഇപ്പം ആ രണ്ടാമത്തെ ലേറ്റസ്റ്റ് കണ്ടെയ്നർ നമ്മൾ റൺ ചെയ്യിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് പേര് വന്നിട്ട് ഇവിടെ കാണാൻ പറ്റും, 2 ലൈനിലാണെന്നേ ഉള്ളൂ കാണുന്നത്. റെഡിസ് ന്യൂ എന്നാണ് ഇപ്പോൾ കൊടുത്തത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഫിക്സ്ഡ് ആയിട്ട് നെയിം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ പേര് ഇനി മാറിപ്പോകില്ല ഓരോ തവണ സ്റ്റോപ്പ് ചെയ്തിട്ട് റൺ ചെയ്താലും. അപ്പോൾ നമുക്കതൊന്ന് വേണമെങ്കിൽ നമുക്ക് ആ ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കാം. നമുക്ക് ഇപ്പം ഞാൻ ഇതിൻ്റെ കണ്ടെയ്നർ ID എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് പേര് വെച്ച് തന്നെ ഇതിന് നോക്കാം. ഇപ്പം ഞാൻ ഡോക്കർ സ്റ്റോപ്പ് കൊടുത്തു. അപ്പോൾ ഇങ്ങനത്തെ പേരാവുമ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. റെഡിസ് -new എന്ന് പറഞ്ഞ പേര് ഞാൻ പറഞ്ഞു കൊടുത്തു. ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഡോക്കർ PS നോക്കാം. അത് സ്റ്റോപ്ഡ് ആണ്. ഇപ്പോൾ ആ ലേറ്റസ്റ്റ് കണ്ടെയ്നർ അവിടെ ഇല്ല. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കപ്പോൾ ഒരു ID ഒന്നും നമുക്ക് കാണാതെ ഓർത്തിരിക്കേണ്ട. റാൻഡം നെയിം ആണെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാൻ പാടാണ്. അപ്പം ഇപ്പം നമുക്ക് അറിയാവുന്ന ഒരു പേരാകുമ്പോൾ നമുക്ക് എളുപ്പം ഓർത്തിരിക്കാം. സ്റ്റാർട്ട് എന്നും പറഞ്ഞ് ഞാൻ കൊടുത്തു, റെഡിസ് ന്യൂ എന്നും പറഞ്ഞ് ഞാൻ കൊടുക്കുകയാണ്, എൻ്റർ ചെയ്യുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഡോക്കർ PS ഒന്നുകൂടെ കൊടുത്തു നോക്കാം. കണ്ടില്ലേ, ഇപ്പോൾ അത് വീണ്ടും സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഫിക്സഡ് ആയിട്ടൊരു പേര് കൊടുത്തിട്ട് നമുക്ക് കണ്ടെയ്നർ റൺ ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കൊടുത്താലുള്ള ഗുണം, നമുക്ക് ലോഗ്സ് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പേര് കൊടുത്ത് തന്നെ നോക്കാം. അപ്പോൾ ഡോക്കർ ലോഗ്സ്, എനിക്ക് ആ റെഡിസ് ന്യൂ കണ്ടെയ്നറിൻ്റെ ലോഗാണ് കാണേണ്ടതെങ്കിൽ ആ പേര് ഇവിടെ കൊടുത്താൽ മതി. കണ്ടില്ലേ, അപ്പോൾ ഇത്ര നേരം അത് സ്റ്റാർട്ട് ചെയ്ത ശേഷമുള്ള ലോഗ്സ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് നോക്കി മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫിക്സഡ് ആയിട്ടൊരു നെയിം കൊടുക്കുന്നതും അത് വെച്ചിട്ട് ലോഗ്സ് കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കാൻ എളുപ്പത്തിന് പറ്റുന്നതും ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇനി ഒരു കണ്ടെയ്നറിലോട്ട് ലോഗിൻ ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇനി ഒരു റണ്ണിങ് ആയിട്ടുള്ള കണ്ടെയ്നറിനകത്ത് നമുക്ക് എങ്ങനെ ഡീബഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലോഗിൻ ചെയ്യാമെന്നുള്ളതാണ് നോക്കി മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്കൊന്നുകൂടെ ഒന്ന് ഡോക്കർ PS അടിച്ച് നോക്കാം. 2 കണ്ടെയ്നേഴ്സ് ഇവിടെ റൺ ചെയ്യുന്നുണ്ട്, ഒന്ന് റെഡിസും ഒന്ന് റെഡിസ് 5.0യും. അപ്പോൾ ഇതിൽ നമുക്കൊരു കണ്ടെയ്നറിനകത്ത് ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഡോക്കർ EXEC എന്ന് പറഞ്ഞ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് -IT എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻട്രാക്റ്റീവ് ടെർമിനൽ എന്നുള്ളതിന് ഷോർട്ട് ഫോമാണ്. അതായത് ആ ഒരു ടെർമിനലിലോട്ട് ലോഗിൻ ചെയ്യാനായിട്ട്, ഒരു പർട്ടിക്കുലർ കണ്ടെയ്നറിൻ്റെ ടെർമിനലിലോട്ട് ലോഗിൻ ചെയ്യാനായിട്ടാണ് IT എന്ന് പറഞ്ഞൊരു സ്വിച്ച് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക്
ഏത് കണ്ടെയ്നറിലോട്ടാണോ നമുക്ക് ലോഗിൻ ചെയ്യേണ്ടത് ആ കണ്ടെയ്നറിൻ്റെ ഐ ഡി കൊടുക്കുക. പക്ഷേ നമുക്കിപ്പോൾ ഇവിടെ ഒരു ഫിക്സഡ് നെയിം നമ്മളിപ്പം റെഡിസ് ലേറ്റസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. അപ്പം നെയിം ഏതാണോ നമുക്ക് നെയിം വേണമെങ്കിലും കൊടുക്കാം, അല്ല ഐ ഡി വേണമെങ്കിൽ ഐ ഡി കൊടുക്കാം. നമുക്കിപ്പോൾ എളുപ്പത്തിന് നമുക്ക് പേര് തന്നെ കൊടുക്കാം. റെഡിസ് ന്യൂ എന്ന് പറഞ്ഞ് കണ്ടെയ്നറിലോട്ടാണ് ഞാനിപ്പോൾ ലോഗിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ടെർമിനൽ ലോഗിൻ ചെയ്യുന്ന ടെർമിനൽ ഏതാണെന്ന് വെച്ചാൽ ആ ഒരു ഷെല്ല് കൊടുക്കുക, ഷെല്ലിൻ്റെ പാത്ത് കൊടുക്കുക. അപ്പോൾ ബിന്നിൽ ബാഷിലോട്ട്. ഓക്കെ, അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇമേജാണ്. ആ ഒരു കണ്ടെയ്നറിൽ ഏത് ലോഗിൻ ഷെല്ലാണ് കിട്ടുന്നത് എന്നുള്ളത്. അത് നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ ഇമേജ്, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇമേജ് ഏതാണോ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഡോക്കർ ഹബിൽ നിന്ന് കിട്ടും. അപ്പോൾ എങ്ങോട്ടാണ് ലോഗിൻ ചെയ്യുമ്പോൾ ഈ ഒരു പാത്ത് കൊടുക്കേണ്ടതെന്നുള്ള ഇൻഫർമേഷൻസ് എല്ലാം അവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കൊടുത്ത ശേഷം ഞാൻ എൻ്റർ ചെയ്യുകയാണ്. കണ്ടില്ലേ, ഇപ്പം ആ ഒരു പ്രോംപ്റ്റ് ചേഞ്ച് ആയി. ഇപ്പം റൂട്ടറ്റ്, ആദ്യം നമ്മുടെ ലോക്കൽ മെഷീനിൽ റൂട്ടറ്റ് ഉബുണ്ടു എന്ന് പറഞ്ഞ യൂസറിലായിരുന്നു. ഇതിപ്പോൾ റൂട്ടറ്റ് ആ ഒരു മെഷീൻ്റെ കണ്ടെയ്നറിൻ്റെ ഐ ഡി കാണിച്ചു. അതിനകത്ത് /data എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് ഡിഫോൾട്ട് പോയത്. അത് അപ്പോൾ നമുക്ക് PWD അടിക്കാം. /datയ്ക്കകത്താണ് നിൽക്കുന്നത് LS. ഇതിപ്പം ഈ കാണുന്നതെല്ലാം കണ്ടെയ്നറിനകത്താണ് ഇപ്പോൾ ലോഗിൻ ചെയ്തിരിക്കുന്നത്. ആ ഒരു ലിനക്സ് എൻവയോൺമെൻ്റ് ആണ്, വിർച്വൽ ഫയൽ സിസ്റ്റത്തിനകത്താണ് ഇപ്പോൾ നിൽക്കുന്നത്, അല്ല നമ്മുടെ ലോക്കൽ മെഷീനിലല്ല. ഇപ്പോൾ ഇതിലോട്ട് നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുകയാണ്. നമ്മൾ സാധാരണ SSH കമാൻഡ് ഉപയോഗിച്ച് വേറൊരു റിമോട്ട് ലിനക്സ് മെഷീനിൽ ലോഗിൻ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഏകദേശം ഇത് നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ ഹോസ്റ്റ് തന്നെ റൺ ചെയ്യുന്ന കണ്ടെയ്നറിനകത്തോട്ടാണ് നമ്മളിപ്പോൾ ലോഗിൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു കമാൻഡ് ഉപയോഗിച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ ഒരു കണ്ടെയ്നറിൻ്റെ വിർച്വൽ ഫയൽ സിസ്റ്റത്തിലാണ് നമ്മൾ ലോഗിൻ ചെയ്ത് നിൽക്കുന്നത്. അപ്പം നമുക്കിനി ഇവിടെ നമുക്ക് ഇതിലെ ഫയൽസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും, സാധാരണ ഒരു ലിനക്സ് സിസ്റ്റത്തിലെ പോലെ തന്നെ. അപ്പോൾ ഞാൻ റൂട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ റൂട്ടിൽ നിൽക്കുകയാണ്. LS അടിച്ച് കഴിഞ്ഞാൽ ആ ഫയൽ സിസ്റ്റത്തിലെ കംപ്ലീറ്റ് ഡയറക്ടറീസും എല്ലാം കാണാൻ പറ്റും. പിന്നീട് നമുക്ക് ഇപ്പോൾ എൻവയോൺമെൻറ്റ് പാരാമീറ്റേഴ്സ് കാണണമെങ്കിൽ ENV എന്ന് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ ഇതിലുള്ള എൻവയോൺമെൻറ്റ് പാരാമീറ്റേഴ്സ് എല്ലാം കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഡീബഗ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കമാൻഡ്സ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തു നോക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള ഇമേജസ് എല്ലാം തന്നെ ഒരു മിനിമം ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ലിനക്സ് ഡിസ്ട്രോസിൽ ഉപയോഗിച്ചിട്ടായിരിക്കും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആൽഫൈൻ അല്ലെങ്കിൽ ഉബുണ്ടുവിൻ്റെ ലൈറ്റ് വെർഷൻ അങ്ങനെയുള്ള ലിനക്സ് ഡിസ്ട്രോസിൽ ഉപയോഗിച്ചിട്ടൊക്കെ ആയിരിക്കും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള പോലെ ക്രിയേറ്റ് ചെയ്യാം. അതല്ല ഇപ്പോൾ റെഡിസിൻ്റെ ഇങ്ങനത്തെ കേസ് പറയുകയാണെങ്കിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഇമേജസ് ഡോക്കർ ഹബിൽ നിന്നുള്ള. അപ്പോൾ നമുക്ക് എല്ലാ സാധാരണ ഒരു ലിനക്സ് ഫുൾ ഫ്ലെഡ്ജ്ഡ് ലിനക്സ് OSൽ കിട്ടുന്ന എല്ലാ കമാൻഡ്സും ഇതിൽ ഉണ്ടായിരിക്കണമെന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം കേൾ കമാൻഡ് ഇല്ല ഇതിൽ. ഓക്കെ, അപ്പോൾ ഇല്ലാത്ത ചില കമാൻഡ്സൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതൊക്കെ നമുക്ക് ചെയ്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ബൈ ഡിഫോൾട്ട് പല കമാൻഡ്സ് ഇതിൽ കാണുകയില്ല. പക്ഷേ എന്നിരുന്നാലും അത്യാവശ്യം നമുക്ക് ഇതിലുള്ള ഫയൽ സിസ്റ്റത്തിലോട്ട് ഉള്ള ഫയൽസ് എല്ലാം നമുക്ക് കാണുന്നതിനും എഡിറ്റ് ചെയ്യുന്നതിനും എൻവയോൺമെൻറ്റ് പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്യുന്നതിനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സാധിക്കും. അത്യാവശ്യം ഡീബഗ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കമാൻഡ്സ് എല്ലാം തന്നെ ഇതിലുണ്ട്, ബേസിക് ആയിട്ടുള്ള. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഐഡിയ. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് എക്സിറ്റ് ചെയ്യണമെങ്കിൽ ഒന്നിൽ Ctrl+D അടിക്കുക, അല്ലെങ്കിൽ എക്സിറ്റ് എന്ന് പറഞ്ഞ് കമാൻഡ് അടിച്ചു കഴിഞ്ഞാൽ എക്സിറ്റ് ആവും. നമ്മുടെ തിരിച്ച് ഹോസ്റ്റ് തന്നെ പോയിട്ടുണ്ട്. ലോക്കൽ പീസ് അടിച്ചു കഴിഞ്ഞാൽ 2 കണ്ടെയ്നേഴ്സ് റൺ ചെയ്യുന്നത് നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും. അപ്പോൾ ബേസിക്കലി ഇങ്ങനെയാണ് ഡീബഗ് ചെയ്യുന്നത്. ഒന്ന് നമുക്ക് ലോഗ്സ് അനലൈസ് ചെയ്ത് ഡീബഗ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ കണ്ടെയ്നറിനകത്ത് ലോഗിൻ ചെയ്തിട്ട് ഫയൽ സിസ്റ്റംസിലോട്ടൊക്കെ നാവിഗേറ്റ് ചെയ്യാം, ഫയൽസ് എല്ലാം ചെക്ക് ചെയ്യാം, അതിനകത്തുള്ള ലോഗ്സ് നോക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് ഡീബഗ് ചെയ്യാം ഒരു പർട്ടിക്കുലർ കണ്ടെയ്നറിനെ. അപ്പോൾ ഈ 2 മെത്തേഡ്സാണ് ഉള്ളത്. പിന്നീട് ഒരു കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് നമുക്ക് ഡോക്കറിൻ്റെ കമാൻഡ്, അതായത് ഇപ്പം റൺ കമാൻഡ് കൊടുക്കുകയാണെങ്കിൽ, റൺ കമാൻഡ് കൊടുത്തിട്ട് നമ്മളൊരു ഇമേജിൻ്റെ പേര് കൊടുക്കുകയാണെങ്കിൽ ആക്ച്വലി സംഭവിക്കുന്നത് അപ്പോഴാണ് ഒരു ഇമേജിൽ നിന്ന് ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ആയി വരുന്നത്. പിന്നീടുള്ള ഡോക്കർ സ്റ്റാർട്ടും സ്റ്റോപ്പും എല്ലാം സ്റ്റാർട്ടും സ്റ്റോപ്പും കമാൻഡ്സ് എല്ലാം യൂസ് ചെയ്യുന്നത് ഒരു കണ്ടെയ്നർ ഉണ്ടായ ശേഷം അതിനെ സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും എല്ലാമാണ്. അല്ലാതെ ഇത് ഇമേജിനെ ഒന്നും ചെയ്യാനല്ല. ഇമേജിനെ ഒരു കണ്ടെയ്നർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് ഒരു കമാൻഡേ ഉള്ളൂ, ഡോക്കർ റൺ എന്ന് പറഞ്ഞ കമാൻഡ്. അത് കഴിഞ്ഞിട്ട് അത് കണ്ടെയ്നർ ആയ ശേഷം പിന്നീട് നമ്മൾ സ്റ്റാർട്ടും സ്റ്റോപ്പും ചെയ്യാനെല്ലാം യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ ഡോക്കർ സ്റ്റാർട്ട്, ഡോക്കർ സ്റ്റോപ്പ്, പിന്നെ അത് കഴിഞ്ഞ് ആ കണ്ടെയ്നറിൻ്റെ ഐഡിയോ നെയിമോ ഒക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് സെഷനിൽ കാണാം.